ഗൈസ്, ഇന്നലത്തെ ബംഗ്ലാദേശിനെതിരെയുള്ള ഇന്ത്യയുടെ മത്സരത്തിന് ശേഷം പരിശീലകനായിട്ടുള്ള മനോലോ മാർക്കസ് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് സംസാരിച്ചത്. പുള്ളി പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ തലയിലുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ പുറത്ത് പറയാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ്. ഒരു മോശം ഗെയിമായിരുന്നു നമ്മുടേത്. സെക്കൻഡ് ഹാഫിൽ എന്തൊക്കെയോ ട്രൈ ചെയ്തു, പക്ഷേ അതൊന്നും ഒരു പോരായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്കിപ്പം ഇന്ത്യയുടെ എന്താണ് മാറ്റം ഇപ്പം ഈ ഒരു കാലയളവിൽ നോക്കുമ്പോഴത്തേക്കും സ്റ്റിമാച്ച് എറയിൽ നിന്ന് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള മാറ്റം ഒന്നും പറയാനായിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഇപ്പം പലരും പറയുന്നുണ്ട് ബെറ്റർ ഗെയിം കളിച്ചു, പക്ഷേ പറഞ്ഞല്ലോ മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നൊരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിമാച്ച് നമ്മൾ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ട് കളി കണ്ടു കഴിഞ്ഞതിന് ശേഷം അതിനേക്കാൾ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഡയലോഗ് പഠിക്കും. ഇത് പുള്ളി റിയലൈസ് ചെയ്യുന്നു തെറ്റ് എന്നുള്ളത്. അത് വേണമെങ്കിൽ ഒരു പോസിറ്റീവ് ഫാക്ടറിൽ എടുക്കാം, കാരണം തെറ്റ് മനസ്സിലായാലേ അത് തിരുത്താൻ കഴിയുള്ളൂ. ഇനി ഈ പറഞ്ഞതുപോലെ നമുക്ക് ബെറ്റർ ഗെയിം ആയിരുന്നു എന്നിട്ട് നമുക്ക് ജയിക്കാൻ പറ്റാണ്ട് പോയതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബംഗ്ലാദേശിനെതിരെയാണ് നമ്മൾ കളിച്ചത്. അപ്പോൾ ഇതിനകത്ത് വേറെ ന്യായങ്ങളൊന്നും നിരത്താനില്ല. നമുക്ക് മസ്റ്റ് വിൻ ആയിരുന്ന മത്സരമാണ്, ഹോം മത്സരമാണ്. അപ്പം അത് ജയിക്കേണ്ടിയിരുന്നതാണ്. അല്ലാണ്ട് ബെറ്ററായിട്ട് കളിച്ചെന്ന് പറഞ്ഞിട്ട് അധിക പോയിന്റ് ഒന്നും കിട്ടാനില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ പല പ്രശ്നങ്ങളുണ്ടെങ്കിലും കോച്ചിന് പറ്റിയിട്ടുള്ള ചില പ്രശ്നങ്ങൾ, പാളിച്ചകൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതാണെന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, സുനിൽ ഛേത്രി എന്ന് പറഞ്ഞിട്ടുള്ളൊരു താരത്തിൽ മാത്രം സ്ട്രൈക്കിങ്ങിൽ ഒരു ഗോൾ സ്കോറിങ് ഒരു ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ഡിപ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. സ്റ്റിൽ അദ്ദേഹം 40 വയസ്സുകാരനായിട്ടുള്ളൊരു പ്ലെയറാണ്. 75 മിനിറ്റ് ഓളം അദ്ദേഹത്തെ തന്നെ നമ്മൾ റിലേ ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് പോകേണ്ടി വരുന്നു എന്ന് പറയുന്നൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പം അദ്ദേഹം വന്ന സമയത്ത് തന്നെ നമ്മൾ സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്, അദ്ദേഹം വരുന്നത് ടീമിനൊരു എക്സ്ട്രാ ബൂസ്റ്റായി മാറാൻ പാടുള്ളൂ. അല്ലാണ്ട് അദ്ദേഹത്തെ ഒരു മെയിൻ ക്യാരക്ടർ വൈബിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനൊരു അർത്ഥമില്ല. പക്ഷേ ചെയ്തത് അത് തന്നെയാണ് എന്നുള്ളതാണ്. നമുക്ക് മറ്റു ഓപ്ഷൻസ് ഉപയോഗിക്കാമായിരുന്നു എന്നുള്ളൊരു ഫാക്ടർ അവിടെ ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഡേവിഡ് ഒരു ക്ലിനിക്കലായിട്ടുള്ള സ്ട്രൈക്കർ തന്നെയാണ്. അദ്ദേഹം കിട്ടുന്ന മിനിറ്റ്സിൽ ഗോൾ സ്കോർ ചെയ്യുന്നൊരു പ്ലെയറാണ്. അദ്ദേഹത്തെ ഒരു സബ്ബായിട്ടെങ്കിലും നമുക്ക് വെച്ച് യൂസ് ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ ആൽബിയക്കാന ഈ സീസണിൽ സോഫാർ 9 ഗോൾ ഐ ലീഗിൽ അടിച്ചിട്ടുണ്ട്. എഡ്മണ്ട് അതേപോലെ സ്കോറിംഗ് പ്ലെയറാണ്. ഇവരൊക്കെ അവരിപ്പോൾ ഐ ലീഗ് പ്ലെയേഴ്സ് ആയതുകൊണ്ട് ഈ സാഹചര്യത്തിൽ കിട്ടില്ല എന്നുള്ള കാര്യം പറയാം. പക്ഷേ ഡേവിഡിനെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ 75 മിനിറ്റിന് ശേഷമായിരുന്നുവെങ്കിൽ ഉപയോഗിച്ചെങ്കിൽ പോലും നമുക്ക് ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഇപ്പം ബംഗ്ലാദേശ് പോലെയൊക്കെ ടീമിനെതിരെ അദ്ദേഹത്തിന് ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനും ആ സ്കോറിങ്ങിലേക്കൊക്കെ എത്താൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അതല്ലാണ്ട് നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. ഇപ്പോൾ ഇർഫാനെ ആണെങ്കിലും നമ്മൾ മറ്റ് ടീമിലുള്ള സ്ട്രൈക്കേഴ്സിൻ്റെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാലും അങ്ങനത്തെ ഒരു ക്ലിനിക്കലായിട്ടുള്ള പ്ലേയേഴ്സ് അല്ല എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു മത്സരത്തിൽ റൈറ്റ് വിങ്ങിലേക്ക് ചൂസ് ചെയ്തത് ഉദാന്തയാണ്. അത് ഒരു പ്രശ്നമാണോ എന്ന് വെച്ചാൽ യെസ്. കാരണം റോൾ ബ്രാൻഡൻ ഇല്ല, അവിടെ ഫറൂഖ് ആ ഒരു ടൈപ്പ് ഓഫ് ഒരു 4-4-2 എന്നൊക്കെ പറയുമെങ്കിൽ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ സപ്പോർട്ടിങ് റോളിലാണ് ഫറൂഖ് കളിച്ചത്. അദ്ദേഹത്തെ അങ്ങനെ അധികം കാണാത്ത റോൾ. ഈ രണ്ട് ചോയ്സസും തെറ്റി എന്നുള്ളതാണ്. അവിടെ മഹേഷ് എന്ന് പറയുന്ന പ്ലെയർ ലാസ്റ്റ് മാച്ചിൽ ബ്രാൻഡൻ പോയതിനു ശേഷം എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മഹേഷിൽ നിന്നാണ്. മഹേഷ് ISL കളിക്കുന്നതിനേക്കാൾ പലപ്പോഴും കോൺട്രിബ്യൂഷൻസ് നമുക്ക് നാഷണൽ ടീമിൽ അദ്ദേഹത്തിന് ഒരു എഫക്റ്റീവായിട്ട് കഴിഞ്ഞ മാച്ചിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഹംസ ചൗധരി ബീറ്റായി പോയിട്ടുള്ളൊരു സാഹചര്യമാണ്. അത്ര ഒരു ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട് എന്നുള്ള മനസ്സിലാക്കാം. എന്നിട്ട് കൂടി മഹേഷ് അത് മാനേജ് ചെയ്തു, നല്ലൊരു ക്രോസ് കൊടുത്തു. പക്ഷേ അത് ഛേത്രിക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കാത്തടത്താണ് നമുക്ക് അല്ലെങ്കിൽ ഒരു ഗോളിനെങ്കിലും നമുക്ക് വിജയിക്കാൻ സാധിച്ചേനെ. മിഡ്ഫീൽഡ് ഞാൻ നേരത്തെ പറഞ്ഞാൽ മൊത്തത്തിൽ ഡെഡ് ആയിരുന്നു. ഫറൂഖ് ചൗധരി റോൾ ഒട്ടും ഫിറ്റ് അല്ലായിരുന്നു. പക്ഷേ കുറേ മിനിറ്റ്സ് അദ്ദേഹം കളിച്ചു. കഴിഞ്ഞ മാൽദീവ്സ് മാച്ചിൽ തന്നെ അദ്ദേഹം മോശമായിട്ടാണ് ആ റോൾ കളിച്ചത് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുപോലെ ആയുഷ് ഛേത്രി നാഷണൽ ടീമിലേക്ക് എത്താൻ കേപ്പബിൾ ആണോ എന്ന് നമുക്ക് മാൽദീവ്സ് മത്സരത്തിൽ തന്നെ ഒരു സംശയം തോന്നിയതാണ്. സ്റ്റിൽ ഈ ഒരു മാച്ചിൽ മെജോറിറ്റി ടൈംസ് ആയുഷിനാണ് കൊടുത്തത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൻസിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവർ അത്ര ക്ലിനിക്കൽ അല്ലാത്തതുകൊണ്ട് അത് പ്രശ്നമായിട്ട് മാറില്ല. പിന്നെ വിശാലിൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത് പോലും ഇപ്പം 2 ബ്ലണ്ടർ മിസ്റ്റേക്ക് അദ്ദേഹം സേവ് നടത്തിയെങ്കിൽ കൂടി നമുക്കൊരു എക്സ്പീരിയൻസ്ഡ് സന്തുവിനെ ഒഴിവാക്കിയത് ഒരു ബ്രേവ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. പക്ഷേ ഇപ്പം വിശാലിൻ്റെ കാര്യം എടുക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഡിഫെൻസീവ്ലി കുറച്ച് പാമ്പറിങ് കിട്ടുന്നൊരു ടീമിലാണ് ISL കളിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ ഒരു പ്രസ്സിങ് വരുന്ന സമയത്ത് അദ്ദേഹം പ്രഷറിലാകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അപ്പം ആൽബിനെ പോലത്തെ ഒരു എക്സ്പീരിയൻസ് പ്ലെയറും കൂടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു ഓപ്ഷൻസ് പിക്ക് ചെയ്യാനായിട്ട് സാധിച്ചേനെ എന്നുള്ളതാണ്. സോ ഇതാണ് എനിക്കിപ്പോൾ പ്ലേയേഴ്സ് മോശമായിട്ട് കളിച്ചതിനപ്പുറത്തേക്കും കോച്ചിൻ്റെ ഡിസിഷനിലാണ് ആ ഒരു പാളിച്ചകൾ, റോൾസ് കൊടുത്തതിലാണ് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പിന്നെ എനിക്ക് ഇമ്പ്രസീവായിട്ട് ലാസ്റ്റ് മാച്ചിൽ തോന്നിയിട്ടുള്ള പ്ലേയേഴ്സ്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മാക്സിമം ട്രൈ ചെയ്തു. നമ്മൾ പലപ്പോഴും ലിസ്റ്റൻ്റെ കാര്യത്തിൽ സംസാരിച്ചിട്ടുള്ളതാണ്, അദ്ദേഹം നാഷണൽ ടീമിലേക്ക് വരുമ്പോൾ ഉള്ള പോരായ്മകൾ. പക്ഷേ മനോലോ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ഒരു ചേഞ്ച് വന്ന പോലെയാണ് അദ്ദേഹം കളിക്കുന്നത്. അതുപോലെ തന്നെ അപ്പൂയം അദ്ദേഹത്തിന് ട്രൈ ചെയ്തു, പക്ഷേ വേണ്ട വിധത്തിലുള്ള സപ്പോർട്ട് അത്രയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മിഡ്ഫീൽഡ് ഞാൻ പറഞ്ഞല്ലോ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ മഹേഷ് വന്നതിന് ശേഷമാണ് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാകുമെന്ന് പ്രതീക്ഷ പോലും കിട്ടിയത്. പക്ഷേ അദ്ദേഹത്തെ നമുക്ക്
യൂസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. കുറച്ച് മിനിറ്റ്സ് മാത്രമേ അദ്ദേഹത്തെ കളിപ്പിച്ചിട്ടുള്ളൂ. ആ കളിച്ച മിനിറ്റിൽ അദ്ദേഹം നല്ലൊരു ക്ലിയർ കട്ട് ചാൻസും ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേസ്. എനിക്ക് ഈ ഒരു മത്സരം കഴിയുന്ന സമയത്ത് കോച്ചിൻ്റെ ഒരു ഡിസിഷൻ വൈസ് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ. പിന്നെ അദ്ദേഹം അത് മനസ്സിലാക്കും, അത് തിരുത്തപ്പെടുമെന്നുള്ളതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും ഒരു മോശം സ്റ്റാർട്ടാണ് AFC ഏഷ്യൻ കപ്പിൻ്റെ ക്വാളിഫയറിലെ ആദ്യത്തെ മത്സരത്തിൽ. അതും ബംഗ്ലാദേശ് പോലെ പോട്ട് 4 നിൽക്കുന്ന ടീമിനെതിരെയാണെന്നുള്ള കാര്യം ആലോചിക്കണം. അവർ നല്ല മോട്ടിവേറ്റഡ് ആയിട്ടാണ് കളിച്ചത്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയും ചെയ്തതാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ? തീർച്ചയായിട്ടും സനിയ.